ചടുലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ രഞ്ജി അക്കരക്കാരൻ. രഞ്ജിയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായിട്ട് കഴിഞ്ഞത്. എല്ലാവരെയും നേരത്തെ ശരി സൂചിപ്പിച്ച പോലെ പല പൂക്കൾ ചേർത്ത് വെച്ച ഒരു ബൊക്കെ പോലെ, ഒരു മാല പോലെ, അങ്ങനെ വരി തെറ്റാതെ ഒരു കനകനൂലായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് രഞ്ജി അക്കരക്കാരൻ. ഒരുപാട് പ്രവർത്തനങ്ങൾ പറയാൻ നിന്നാൽ സമയം വൈകും, അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിലായിരുന്നാലും, പള്ളിയിൽ തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരുന്നു, മേഖലാ കൺവീനറായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദുഃഖാന തിരുനാളിൻ്റെ ജോയിൻറ്റ് കൺവീനറാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സഭയോടൊത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രഞ്ജിയെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സംഘടന വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുക, അതാണ് സംഘടന. അല്ലാണ്ട് സംഘടന പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ ഞായറാഴ്ചകളിൽ ഒന്ന് പോയി വീട്ടിലേക്ക് പോയി, അതല്ല. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ വയർപ്പ് കൊടുക്കുക. അതുപോലെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഒന്നിച്ചു നിന്ന്, നമ്മൾ പള്ളിയിൽ കൂടി മറ്റന്മാരെയും കൂടി അതുപോലെ എല്ലാവരും കൂടി നിന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ട് അത് കാര്യങ്ങൾ നടത്തേണ്ടത്. കത്തോലിക്ക കോൺഗ്രസ് വാർഷികം 2022-2025 കാലയളവിൽ ഭാരവാഹികൾക്ക് യാത്രയേക്കും, അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണവും ആയി സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ AKCC പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട രഞ്ജി അക്കരക്കാരൻ, രഞ്ജി അക്കരക്കാരൻ്റെ നേതൃത്വത്തിലുള്ള AKCC ഇപ്പോൾ അധികാരം വിട്ട് ഒഴിഞ്ഞ് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കായി ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഫലപ്പറമ്പിൽ ബാബു തലങ്ങാടി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോമി ചെറ്റുപുഴക്കാരൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ പ്രിയപ്പെട്ട അംഗങ്ങളെ, സഹോദരന്മാർ, ഒന്നാമതായി
അച്ഛനെ പ്രത്യേകമായിട്ട് ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ നിലവിൽ ഭാരവാഹികളായ ആരും അതിൽ നിൽക്കാൻ പാടുള്ളതല്ല. അത് നമ്മൾ ജനറൽ ബോഡിയിൽ പാസ്സാക്കി വെച്ചേക്കും. ഇനി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരാളുടെ പേര് മിനി കളിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേരിൽ എല്ലാ ഭാവങ്ങളും നമ്മൾ ഈ 3 വർഷക്കാലം നമ്മുടെ ഭാരം വഹിച്ച പ്രവർത്തിച്ച അവർക്ക് വികാരിയെ ചലിച്ചത് പ്രിയപ്പെട്ട രഞ്ജി അക്കരക്കാരന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മെമൻഡോ നൽകി ആശ്ലേഷിച്ചുകൊണ്ട് അഭിനന്ദനങ്ങളും ആശംസകളും നൽകുകയാണ്. ഇനി സെക്രട്ടറിയായിട്ട് സിൽവി പോളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സിൽവിയുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി നല്ല രീതിയിൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് മെമൻഡോ നൽകുന്നു. ട്രഷററാണ്. അതേപോലെ പ്രിയപ്പെട്ട വിൻസെന്റ് കോമ്പാറക്കാരൻ, അദ്ദേഹം 6 വർഷക്കാലം പ്രവർത്തിച്ചു. വളരെ നല്ല രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്തു. മാത്രമല്ല ഇപ്പോൾ നല്ലൊരു ബാലൻസ് കത്തോലിക്ക കോൺഗ്രസിന് ഉണ്ടാക്കിയെന്നാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വിൻസെന്റിനെയും ആശ്ലേഷിച്ചുകൊണ്ട് മെമൻഡോ നൽകി ആദരിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് മാമ്പള്ളിക്ക് കത്തോലിക്ക കോൺഗ്രസിൽ നീണ്ട കാലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് കത്തോലിക്ക കോൺഗ്രസ് KCYM-ഒന്നായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഗോവ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ എന്നുള്ള നിലയിലൊക്കെ വളരെ കൃത്യമായോട് കൂടിയിട്ട് കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പള്ളിയെയും അച്ഛൻ ആശ്ലേഷിച്ചുകൊണ്ട് അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വൈസ് പ്രസിഡന്റ് നമ്മുടെ ബേബി ചേച്ചി കൂടി വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ തീക്ഷണ മനോഭാവത്തോട് കൂടിയിട്ട് തന്നെ ബേബി ചേച്ചി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ചേച്ചിയാണ് ശ്രീമതി ബേബി ജോയ്ക്ക് അച്ഛൻ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ അബ്രഹാം പള്ളിപ്പാട്ടാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ KCYM-ൽ പ്രവർത്തിച്ച് അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസിൻ്റെ സജീവമായിട്ട് വാർഷിക റിപ്പോർട്ടും വാർഷിക കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്ത എബ്രഹാമിനെയും അച്ഛൻ അനുമോദിച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് മെമൻഡോ നൽകുകയാണ്. രൂപത പ്രതിനിധിയായിട്ട് ശ്രീമതി ഷെർലി ജാക്സനാണ്. ഷെർലി രൂപതയുടെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ദീർഘകാലമായിട്ട് രൂപത ഭാരവാഹിയായിരുന്ന ഒരു വ്യക്തിയാണ്. അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും കത്തോലിക്ക കോൺഗ്രസിനെ എന്നും നെഞ്ചിലേറ്റി കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷെർലി. ഞങ്ങളൊക്കെ കാണുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നതാണ്. ഷെർലിക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ബാബു ചേലക്കാട്ട് പറമ്പൻ രൂപതാ പ്രതിനിധിയായിരുന്നു. രൂപതയുടെ എല്ലാതര പ്രവർത്തനങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. പള്ളിയോടൊപ്പം എപ്പോഴും നിൽക്കുകയും മേഖലാ കൺവീനർ, അതുപോലെ തന്നെ കുടുംബ സമ്മേളന യൂണിറ്റ് പ്രസിഡന്റ് തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ച ശ്രീ ബാബു ചേലക്കാട്ട് പറമ്പിനെയും അച്ഛൻ അഭിനന്ദിക്കുവാണ്, ആദരിക്കുകയാണ്. ഇനി 2022-25 കാലയളവിലെ ഭാരവാഹികളെ ആദരിക്കുകയാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പഴയ ഭാരവാഹികൾ അച്ഛന് നൽകും. അച്ഛൻ അത് പുതിയ ഭാരവാഹികൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ഥാന കൈമാറ്റം നടക്കുകയാണ്. നമ്മളുടെ പ്രസിഡന്റ് നമുക്കറിയാം സാബു പൂനൻ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തിരുനാളിൻ്റെ ജോയിന്റ് കൺവീനറായിട്ട് വളരെ സ്തുത്യർഹമായിട്ട് പ്രവർത്തിച്ചു. കത്തോലിക്ക കോൺഗ്രസിൽ അദ്ദേഹം വന്നിട്ടധികം നാളായില്ലെങ്കിൽ കൂടി ആ തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഫുട്ബോൾ രംഗത്തായിരുന്നാലും ആയുർവേദ ക്യാമ്പിൻ്റെ രംഗത്തായിരുന്നാലും, മാത്രമല്ല വന്ന കാലം മുതൽ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ധീരശാലിയായിട്ടുള്ള പ്രസിഡന്റാണ് 25-28 വർഷങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കുറേ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സൂചിപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആശ്ലേഷിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ആ ഷാൾ ഒന്നുകൂടി അണിയിക്കുകയാണ്.
ആ ഷാൾ കൈക്കുള്ള ഷാൾ മാല ഇനി മുതൽ നമ്മുടെ പ്രസിഡന്റിന് ഒരു മാലയുണ്ടായിരിക്കും. പ്രസിഡന്റിന്റെ ഔദ്യോഗിക മീറ്റിംഗിൽ ഈ മാല ഇട്ടുകൊണ്ടാണ് പ്രസിഡന്റ് ജനറൽ കൈകാര്യം ചെയ്യുക. നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ റൂമിന്റെയും മറ്റു കാര്യങ്ങളുടെയും താക്കോൽ കൂടി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സാബുവിനെ സമർപ്പിക്കുകയാണ്. രഞ്ജി വികാരിയച്ഛൻ കൊടുക്കുന്നു, വികാരിയച്ഛൻ അത് സാബുവിന് നൽകുന്നു. സാബു ഇനി പുതിയ സീറ്റിലേക്ക് വികാരിയച്ഛൻ സീറ്റിലേക്ക് പ്രസിഡന്റിന്റെ സീറ്റിലേക്ക് ഇരുത്തുകയാണ്. പുതിയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ റോബി കാളിയങ്കര പഴയ സെക്രട്ടറിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ബുക്കും കാര്യങ്ങളുമൊക്കെ സ്വീകരിക്കുകയാണ്. നമ്മുടെ പഴയ സെക്രട്ടറിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സിൽവിയെ ക്ഷണിക്കുന്നു. സിൽവി റിപ്പോർട്ട് ബുക്കും എബ്രഹാമും കൂടി രണ്ടുപേരും കൂടി ചേർന്ന് റോബി കാളിയങ്കരെ ഏൽപ്പിക്കുകയാണ്. സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും കൂടി വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു. വികാരിയച്ഛൻ റോബിക്ക് പുതിയ സെക്രട്ടറിക്ക് കൈമാറുന്നു. 3 പേരും. ട്രഷറർ വിൻസെന്റ് കോമ്പാലക്കാരനാണ്. ട്രഷറർ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വികാരിയച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് പണമടക്കം അദ്ദേഹം പുതിയ ട്രഷറർ ഡേവിസ് ചക്കാലയ്ക്കലിന് കൈമാറുകയാണ്. ഈ വിൻസെന്റ് ചേട്ടൻ ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ രൂപയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡേവിസ് ചേട്ടൻ ഇനി മാറുമ്പോൾ അത് 5 ലക്ഷത്തിലെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഡേവിസ് ചക്കാലയ്ക്കൽ. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം നേരുകയാണ്. നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള റോബി കാളിയങ്കർ നമുക്കറിയാം, മുൻ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം. വളരെ നല്ല രീതിയിൽ സെക്രട്ടറിയും പ്രവർത്തിക്കും. പിന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് മാമ്പള്ളി, നമ്മുടെ പുതിയ വൈസ് പ്രസിഡന്റ് ഷാജു കണ്ടംകുളത്തേക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് ഇപ്പോൾ സ്ഥാനത്തെ പ്രിയപ്പെട്ട ബേബി ജോയിനെ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ബേബി ചേച്ചിയും ജോസ് മാമ്പള്ളിയും അതുപോലെ ഷാജു കണ്ടംകുളത്തെയും വീണ രാജേഷും വന്ന് ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം കേൾക്കണം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇവരെ ആശീർവദിക്കുകയാണ്. പുതിയ ജോയിന്റ് സെക്രട്ടറി ശ്രീ വർഗീസ് ജോൺ നമുക്കറിയാം, കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോൾ അതിൻ്റെ ജോയിന്റ് കൺവീനറായിട്ട് വളരെ നല്ല രീതിയിൽ പണം കണ്ടെത്തുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധ വെച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി വർഗീസ് ജോണിനെ അച്ഛൻ ആശീർവദിക്കുന്നു. പുതിയ സെക്രട്ടറിയും ട്രഷററും പുതിയ ഭാരവാഹികളും മുന്നിലേക്ക് വന്നിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ. റൂബി കാളിയങ്കരയും ട്രഷറും പഴയ ഭാരവാഹികൾ ബാക്കിലേക്ക് പോകണം. ധീരനായ കർമ്മ ചൈതന്യത്തിൻ്റെ സുവർണ ശോഭയോടുകൂടി വരും കാലങ്ങളിൽ നമ്മെ നയിക്കാൻ ഉതകുന്ന പ്രിയപ്പെട്ട സാബു കൂനിനെ നയപ്രഖ്യാപന പ്രസംഗത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആന്റണി നമ്മുടെ കൊച്ചച്ഛനാണ്. അതുപോലെ മറ്റ് 2 കൊച്ചച്ഛന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കത്തീഡ്രൽ ട്രസ്റ്റിമാരായ 4 പേരും എൻ്റെ അടുത്ത കൂട്ടുകാർ തന്നെ എന്ന് പറയാം. അതിൽ ബാബുചേട്ടൻ വന്നിട്ടില്ല, പോളാട്ടവിടെയും ജോമൻ ചേട്ടനും തീമോസ് ചേട്ടനെയും, അതുപോലെ തന്നെ മുൻ ഭാരവാഹികളായ KCCയുടെ ഭാരവാഹികളായ എല്ലാവരെയും, അതുപോലെ തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. അതിൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കഴിഞ്ഞ വർഷമാണ് ഞാനൊരു പുതിയ അംഗമായിട്ട് ഇവിടെ വന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് പുതിയ അംഗങ്ങളെ എടുത്തിരുന്നത്. അന്ന് 10 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളെപ്പോലെ പുതിയ അംഗങ്ങളായി വന്നിരിക്കുന്ന അതേ ഒരു കസേരയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ 1 വർഷം കഴിയുമ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ, അതായത് ഇരിഞ്ഞാലക്കുട യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ 1 വർഷത്തെ കാലം നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തന്നെ എനിക്ക് പറയാം. ഞാൻ ആദ്യമായി വന്നപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി ആയുർവേദ ക്യാമ്പിൻ്റെ കൺവീനറാവാനായിട്ട് എനിക്കൊരു അവസരം തന്നു. അത് ഞാൻ ഈ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് അത് നടത്തുകയുണ്ടായത്. അത് വൻ വിജയം തന്നെയായിരുന്നു. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്സിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വരുന്ന പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ. വന്ന ഒരു വർഷത്തിനുള്ളിൽ പ്രസിഡന്റ് ആവാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സംഘടനയിലെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതല്ല, പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായി കഴിഞ്ഞാൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു തെളിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത രൂപതയിലേക്കുള്ള പ്രതിനിധിയായ ടെൽസിനെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ അംഗങ്ങളായിട്ട് ചേരുന്നവർ ഞാൻ വിളിക്കുകയാണ്. ജോയ് എട്ടി, ഇവിടെയുള്ളവർക്ക് ആ മെഴുതിരി കൊടുക്കണം. വർക്കി ജോർജ്, വർക്കി ജോർജ്, ജോൺസൺ തൊഴുത്തുംപറമ്പിൽ, പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് വന്ന് മെഴുതിരി സ്വീകരിക്കും. വിൽസൺ തെക്കേക്കര, പൗലോസ് ആണിശ്ശേരിക്കാരൻ, വർഗീസ് കൂനൻ, വർഗീസ് കൂനൻ, ജോൺസൺ ചേരിയക്കര, ലിയോ ജോസ്, ലിയോ ജോസ്, ഷാബു ചക്കാലയ്ക്കൽ, ഷാബു ചക്കാലയ്ക്കൽ, വിൻസൻ തൊഴുത്തുംപറമ്പിൽ, വിൻസൻ തൊഴുത്തുംപറമ്പിൽ, ലിജോ നെല്ലായിപ്പറമ്പിൽ, ലിജു നെല്ലായിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ഹോബി ജോളി, അഡ്വക്കേറ്റ് ഹോബി ജോളി, ഫാൻഡം പല്ലിശ്ശേരി, ഫാൻഡം പല്ലിശ്ശേരി, ബൈജു വർഗീസ്, ബൈജു വർഗീസ്, റോയ് ആലുക്കൽ, റോയ് ഇന്ന് എത്തിച്ചേരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ ആൻഡപ്പൻ, സുനിൽ ആൻഡപ്പൻ, ജിജോ പല്ലിശ്ശേരി, ജിജോയും ഇന്ന് എത്താൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിജോ പല്ലിശ്ശേരി, ലാലു തോമസ് കോട്ടൂരാൻ, ലാലു തോമസ് കോട്ടൂരാൻ, സിജു പുത്തൻ വീട്ടിൽ, സിജു പുത്തൻ വീട്ടിൽ എത്തിയിട്ടില്ല, വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം. അപ്പൊ സത്യപ്രതിജ്ഞ അച്ഛൻ ചൊല്ലിക്കൊടുക്കും. എല്ലാവരും മുൻവശത്ത് മെഴുകുതിരി പിടിച്ച് നിരന്ന് നിൽക്കണം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ചൊല്ലിത്തരുന്ന സത്യപ്രതിജ്ഞ എല്ലാവരും ഏറ്റു ചൊല്ലിക്കൊണ്ട് പേര് ഞാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞയിൽ ഞാനാണ് തുടങ്ങുക. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൽ നിങ്ങളുടെ പേരുകൾ അപ്പോൾ തന്നെ സ്വയം പറയുക. തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതനുസരിച്ച് ഏറ്റ് പറഞ്ഞാൽ മതി. ഞാൻ ഇരിഞ്ഞാലി കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിയമാവലി അനുസരിച്ചും സഭയുടെ വിശ്വാസ പ്രമാണത്തിനനുസൃതമായും രൂപതയുടെയും സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെയും ആദർശങ്ങൾക്ക് അനുസരിച്ചും സഹകരിച്ചും തികഞ്ഞ ആത്മീയ ചിന്തയിലും വികാരിയച്ഛനും പള്ളിക്ക് സഹകരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നും സഭയുടെയോ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെയോ പ്രവർത്തന ശൈലിക്ക് എതിരായി ഞാൻ പ്രവർത്തിക്കുകയോ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുകയോ പറയുകയോ ചെയ്യുകയില്ല എന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. ഇതിനെതിരായി എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ അംഗത്വം നഷ്ടപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനാൽ ഞാൻ കത്തോലിക്ക കോൺഗ്രസ് അംഗമെന്ന നിലയിൽ സഭയുടെയും രൂപതയുടെയും ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പേര് എഴുതി ഒപ്പിടുക.
നമുക്ക് ഈ കാലഘട്ടത്തിൽ സഭയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, സഭ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് AKCC. ഈ നടത്തപ്പെട്ട കാലഘട്ടത്തിൽ നടത്തപ്പെട്ട പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ AKCCയെ സഭയുടെ സ്വരമായിട്ട് ഈ സംഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഞാൻ നോക്കുകയായിരുന്നു, ഞങ്ങൾ വന്നതിന് ശേഷം 3-3.5 മാസമായി ഇവിടെ നടത്തപ്പെട്ട ഏറ്റവും വലിയൊരു പരിപാടിയായിട്ട് ഈ ഇടവകയുടെ AKCCയുടെ പരിപാടി നമുക്കറിയാം. നടത്തിയ ഫുട്ബോൾ ടൂർണമെൻ്റാണ്. AKCCയുടെ ഗാലറിയിലേക്ക് ആരെ എത്തിച്ചു? ഈ ദേശത്തെ മുഴുവനും ആ ഗാലറിയിലേക്ക് എത്തിച്ചു. നമ്മുടെ ചിന്തകളും നമ്മുടെ ശൈലികളും നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയാണ്. സിമ്പിളായിട്ടുള്ള കാര്യമില്ല, കുറേ നാളത്തെ ഒരുക്കം അതിനുണ്ടായിരുന്നു. ഓരോ ദിവസം വൈകുന്നേരം ഇവരൊക്കെ വന്ന് അതിനുള്ള ചർച്ചകളൊക്കെ നടത്തി. അപ്പോൾ വലിയൊരു കൂട്ടായ്മ ഈ AKCCയുടെ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊച്ചന്മാരെ സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യം നടത്താനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ നടന്നില്ല. അപ്പോൾ ഒരു കൊച്ചൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു, AKCCക്കാരോട് പറഞ്ഞ പരിപാടി നന്നായിട്ട് നടന്നോളൂ, ഗ്രാൻഡായിട്ട് നടന്നോളൂ. അത്രയും മാത്രം പവർഫുള്ളായിട്ട് ഈ ഇടവക മനസ്സിലാക്കാൻ AKCCയുടെ സാധ്യത. അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു ഇന്നലെ വൈകുന്നേരം, ഞാൻ ഇന്നലെ ടീംസിൽ ഇങ്ങനെ ചിത്രം കളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഇതിനു വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്താനായിട്ട് AKCCയിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു കൂട്ടായ്മ വളരെ ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഇടവയ്ക്ക്, സഭയ്ക്ക് ഒത്തിരി നന്മകൾ ചെയ്യാനായിട്ട് അത് ഈ കൂട്ടായ്മയിൽ നടക്കണം. ഒരാൾ പരിശ്രമിച്ച് മാത്രം നടക്കില്ല, എല്ലാവരും കൂടി ഒരു നല്ല ചുരുക്കമുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡീക്കനാണ് നമ്മുടെ. ആ ഡീക്കൻ ഇനി വൈദിക പട്ടം സ്വീകരിച്ച് നമ്മുടെ ഇടവകാനായിട്ട് നിങ്ങൾ 2 വാക്ക് സംസാരിക്കാൻ ഈ അവസരം നൽകിയതിന് ഞാൻ പ്രത്യേകം എല്ലാവർക്കും നന്ദി കൂടി പറയുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച വികാരിയച്ഛനും അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചിരുന്നു, സഭയുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് AKCC. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് AKCC പോലെയുള്ള സംഘടനകൾ. നമ്മുടെ മറ്റുള്ള 14ഓളം സംഘടനകൾ നമ്മുടെ കത്തീഡ്രലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭ എന്ത് പ്രശ്നമുണ്ടായാലും അതിന് ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഒരു ഇരുത്തം വന്ന, ഒരു മെച്യൂരിറ്റി വന്ന ഒരു സംഘടനയാണ് AKCC എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം മുനമ്പ പ്രശ്നമുണ്ടായപ്പോഴും അതുപോലെ മണിപ്പൂർ പ്രശ്നമുണ്ടായപ്പോഴും ഇതിലൊക്കെ ഒരു ഇടവയോട് ചേർന്ന് നിൽക്കുന്ന എന്ന രീതിയിൽ എനിക്കും ഇവരോടൊക്കെ സഹകരിക്കുവാനായിട്ട് ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ള സംഘടനകൾ. അതിന് AKCC ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റുള്ള സംഘടനകൾക്കൊക്കെ ഇതുപോലെ ആകാനായിട്ട് സാധിക്കും. അവരവരവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. എല്ലാ സംഘടനകൾക്കും സഭയുടെ ശബ്ദമായി തീരുവാനും, എന്ത് സഭയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിലും അതിനെ വേണ്ടി ശബ്ദമുയർത്തുവാനും, സഭയോട് ചേർന്ന് നിൽക്കുവാനും മറ്റുള്ള എല്ലാവർക്കും പ്രചോദനം കൂടിയാണ് AKCC എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. AKCC ഭാരവാഹികളെ, അംഗങ്ങളെ, ഇത്തരമൊരു പ്രോഗ്രാമിലേക്ക് കേന്ദ്ര സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും സഹകരിക്കേണ്ടടുത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് AKCC. അതിലെ ഇരിഞ്ഞാലക്കുട ഘടകം നമ്മുടെ പള്ളിയോടൊത്ത് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അതിമനോഹരമായി ചെയ്യുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. ഈ വാർഷിക ആഘോഷത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ വാർഷികത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ കരകാരൻ, AKCCയുടെ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ റാസർ കുറ്റിക്കാടൻ, നിയുക്ത പ്രസിഡന്റ് സ്നേഹം നിറഞ്ഞ AKCC മുൻ ഭാരവാഹികളെ, ഇപ്പോഴത്തെ ഭാരവാഹികളെ, AKCC കുടുംബാംഗങ്ങളെ, പുതിയതായി മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ സഹോദരങ്ങളെ, ആദ്യമായി ഈ കഴിഞ്ഞ 3 വർഷക്കാലം AKCCയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി
ചുക്കാൻ പിടിച്ച മിസ്റ്റർ രഞ്ജിക്കും അതിനോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന എന്നെയും ഞങ്ങളോടും സഹകരിച്ച എല്ലാ AKCCയുടെ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ്. പുതിയതായി ചാർജ് എടുക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹാശംസകളും നേരുകയാണ്. എനിക്ക് 2 വാക്ക് പറയാനുള്ളത് പുതിയതായി മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കാണ്. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, സംഘടനയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായി പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് എന്ത് സഭയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് വേണ്ടി, നമ്മുടെ പിതാവ് പറയാറുണ്ട്, പാവങ്ങളുടെ പക്ഷം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന സംഘടന വളരെ പ്രവർത്തനത്തിന് അനുയോജ്യമായ ഒരു സംഘടനയാണ്. പുതിയ ഭാരവാഹികളെ, വളരെ അധികം ദീർഘവീക്ഷണവും കുശാഗ്ര ബുദ്ധിയുമുള്ള നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട ലാസറച്ച, അച്ഛൻ്റെ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമ്മളെ ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ പ്രസംഗങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും ദീർഘവീക്ഷണത്തോടും സ്നേഹസ്മരണമായ വാക്കുകൾ കൊണ്ടൊക്കെ അച്ഛൻ നമ്മളെ കണ്ണിലുണ്ണിയായി കഴിഞ്ഞു. അച്ഛൻ്റെ പ്രോത്സാഹനമാണ് AKCCയെ ഈ അവസരത്തിൽ ഇത്രയധികം വളർത്താൻ സാധിച്ചത്. 47 വർഷക്കാലത്തെ എൻ്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട്, സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പല സ്ഥാനങ്ങളിലേക്കും എനിക്ക് കയറി വരാൻ സാധിച്ചു. ഇപ്പോൾ അവസാനമായിട്ട് AKCCയുടെ ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കാനും സാധിച്ചു. ഇതൊക്കെ സമാപന പരിപാടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ കമ്മ്യൂണിറ്റി സംഘടനയാണ് കാത്തലിക് കോൺഗ്രസ് ഗ്ലോബൽ. കത്തോലിക്ക സമൂഹത്തിൻ്റെ പുരോഗതിക്കും മതപരവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി സത്യം, നീതി, ഉപവി എന്നീ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് AKCC സംഘടന പ്രവർത്തിച്ചു വരികയാണ്. ഈ സംഘടനയുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട AKCC ഡയറക്ടർ ലാസർ കുറ്റിക്കാടനച്ചന് ഞാൻ പ്രത്യേകം ഇവിടെ അസിസ്റ്റന്റ് വികാരി വന്നിരുന്നു. അസിസ്റ്റന്റ് വികാരി അച്ഛന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ പരിപാടികൾക്കും സപ്പോർട്ട് ചെയ്യുന്ന കത്തീഡ്രൽ ട്രസ്റ്റിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ 3 ആളെയും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോമി ചേറ്റിപ്പുഴക്കാരൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുൻ പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ, അതുപോലെ തന്നെ പുതിയ പ്രസിഡന്റ് സാബു, പുതിയ അംഗങ്ങൾ, ആശംസകൾ അർപ്പിച്ച ജോസ് മാമ്പള്ളി, ഡേവിസ് ചക്കാരിക്കൽ, പ്രോഗ്രാം കൺവീനർ ടെൽസൺ കോട്ടോളി, ജനറൽ കൺവീനർ സെബി അക്കരക്കാരൻ, ജോയിന്റ് കൺവീനർ മാത്യു മാളിയക്കൽ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വർഷം